ഈ പുതുവർഷത്തിനായിട്ട് ഒരുക്കിയ ഒരാൾ അവിടെ തകർന്നു വീണിട്ടുണ്ട്. വീണ്ടും ഒരുക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. കേട്ടത് പത്തനംതിട്ടയിൽ നിന്നാണ്. എന്താണ് സംഭവിച്ചതെന്നറിയാൻ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. നമുക്കപ്പം പ്രവീൺ പുരുഷോത്തമൻ ചേരുകയാണ്. ഗുഡ് ഈവനിങ് പ്രവീൺ പുരുഷോത്തമൻ, എന്താ അവിടെ സംഭവിച്ചത്? എന്തൊക്കെയോ തകർന്നു വീണു എന്നൊക്കെ കേൾക്കുന്നു. ഗുഡ് ഈവനിങ് സുജയ. ഇതിപ്പോൾ പുതുവർഷം വരവേൽക്കാനായി പത്തനംതിട്ടയിലെ റിംഗ് റോഡ് അരികിൽ കുറേ ചെറുപ്പക്കാർ ഒരു വലിയ പാപ്പാനിയെ നിർമ്മിച്ചിരുന്നു. അതിൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം. റിംഗ് റോഡാണ്. അതിൻ്റെ തൊട്ടരികിൽ വലിയ പാപ്പാനിയെ ഇവിടെ തയ്യാറാക്കിയിരുന്നത്. ഏകദേശം 50 അടി ഉയരത്തിലുള്ള പാപ്പാനിയാണ് തയ്യാറാക്കിയിരുന്നത്. അത് മുളങ്കമ്പിലാണ് ചെറുപ്പക്കാർ അത് തയ്യാറാക്കിയത്. പക്ഷേ ഇന്ന് ക്രെയിനൊക്കെ കൊണ്ടുവന്ന് ഇതിനെ ഉയർത്തുന്ന സമയം അത് ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഇവർ കഴിഞ്ഞ 3 ദിവസമായി അതിൻ്റെ പണിപ്പുരയിലായിരുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പുതുവത്സരം വരുന്നതിന്. അപ്പോൾ അതിനിടയിൽ അവസാന മണിക്കൂറിൽ അത് തകർന്നു പോയതിൽ വളരെയധികം വിഷമത്തിലായിരുന്നു ഈ ചെറുപ്പക്കാർ. പക്ഷേ ഇതാ കണ്ടില്ലേ, ഇപ്പോൾ അവർ വാശിക്ക് മറ്റൊരു പപ്പാനിയെ തീർക്കുകയാണ്. രാത്രി 12 മണിക്ക് മുമ്പ് ഇതെങ്ങനെയെങ്കിലും തീർക്കുക. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു 48 അടി അത്രയും ഉയരത്തിൽ തന്നെ അവർ നിർമ്മിക്കാനുള്ള ഒരു ഒരുക്കത്തിൽ കൂടിയാണ്. ചേട്ടാ, നിങ്ങൾക്ക് വലിയ വിഷമമായോ ഇതിങ്ങനെ പോയപ്പോൾ? വളരെ സങ്കടകരമായി പോയി. ഒരു 40 അടി ഹൈറ്റിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. അത് തകരുകയുണ്ടായി. വളരെ സങ്കടകരൊരവസ്ഥയിൽ വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർക്കാനുള്ള പെടാപ്പാടാണ് എല്ലാവരും. ഇപ്പോൾ 12 മണിക്ക് മുമ്പ് തീരുമോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? തീരും. നമ്മളൊരു 1.5 മണിക്കൂറിനകം പരിപാടി തീർത്തിരിക്കും. അതിനുള്ള ശ്രമത്തിലാണ്. പത്തനംതിട്ടയിലാണ് ഈ അടുത്തുള്ള ഏറ്റവും ഹൈറ്റിലുള്ള ഒരു 50 അടി ഹൈറ്റിലാണ് നമ്മുടെ പാപ്പാനി ചെയ്തിരുന്നത്. അപ്പോൾ അത് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നപ്പം നമ്മളത് തിരിച്ചെടുക്കുന്നു. സുജയ, ഈ അമ്പലത്തിലൊക്കെ കെട്ടുകാള നിർമ്മിക്കുന്നവർ അങ്ങനെ ആ കാര്യത്തിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളെ ഇവർ വരുത്തുകയായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഉത്സവത്തിനൊക്കെ അങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ പ്രത്യേകം എത്തിച്ചാണ് ഇപ്പോൾ ഇവർ രാത്രി 12 മണിക്ക് മുമ്പെങ്കിലും ഇത് തീർക്കണം എന്ന് ഒരു വാശിയോട് കൂടി തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പൂർത്തിയാക്കട്ടെ.